ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിംഗ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതല്ല, ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർ ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട, അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാൽ മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തത്, ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ, ഇതിനൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. നാണമാണ്, നാണം, ലജ്ജ തോന്നുന്നു കേരളത്തോട്, ലജ്ജ. നമസ്കാരം കൂട്ടുകാരെ, ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യതയിൽ ഒരു തെറ്റ് ചെയ്യുന്നു. അയാൾ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷെ ആ തെറ്റിന്റെ പേരിൽ ഒരു ആൾക്കൂട്ടം അയാളെ നടു റോഡില് വസ്ത്രമൊരിഞ്ഞ് കൈകാലുകൾ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അവൻ അർഹിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയടിക്കുമോ? അതോ ഇത് ക്രൂരതയാണ് എന്ന് നിലവിളിക്കുമോ? ക്രിസ്മസ് രാത്രിയിൽ കോട്ടയത്ത് മദ്യലഹരിയിൽ അക്രമാസക്തനായിട്ട് സീരിയൽ നടൻ സിദ്ധാർത്ഥ് എം പ്രഭു, നമുക്കറിയാം തട്ടിയും മുട്ടിയും എന്ന സീരിയലിലെ നമ്മുടെ മഞ്ജു പിള്ളയുടെ മകനായിട്ട് അഭിനയിച്ച കണ്ണനാണ് സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്ന ആ ഒരു നടൻ. എന്തായാലും ഇയാൾ MC റോഡിലെ നാടൻ ഗവൺമെന്റ് കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഒരു സിനിമാ സ്റ്റൈലിലെ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളങ്ങ് അരങ്ങേറിയിരുന്നു. അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് തട്ടിക്കേറിയ സിദ്ധാർത്ഥ് അവരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ഒക്കെ ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഈ ഒരു നടൻ നാട്ടുകാരുമായിട്ട് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതോടെ സ്ഥിതിഗതികളൊക്കെ വഷളായി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചിങ്ങവനം പോലീസിനെയും നടൻ വെറുതെ വിട്ടില്ല. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മുതിർന്ന സിദ്ധാർത്ഥ് പോലീസിനോട് മോശമായിട്ട് പെരുമാറി. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തത്. ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അപകടം വരുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത സമയത്ത് സിദ്ധാർത്ഥ പ്രഭു പോലീസിനോടും നാട്ടുകാരും പ്രകോപനപരമായിട്ടാണ് പെരുമാറിയത്. മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അക്രമാസക്തനായ ഇയാള് അസഭ്യം പറയുകയും ബഹളം വെക്കുകയും ചെയ്തതായിട്ടാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ബോധം വീണ്ടെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായിട്ടും വിവരമുണ്ട്. തന്റെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്ന് ഇയാൾ സമ്മതിച്ചെങ്കിലും ബോധം വീണ്ടെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായും വിവരമുണ്ട്. തന്റെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്ന് ഇയാൾ സമ്മതിച്ചെങ്കിലും പോലീസിനെ കയ്യേറ്റം ചെയ്ത വകുപ്പുകൾ ഇയാൾക്ക് വിനയായിട്ട് മാറും. സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് പോലീസ് ശുപാർശയും ചെയ്യും. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുമാണ്. മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് തട്ടിയും മുട്ടിയും എന്ന ജനപ്രിയ ഹാസ്യ പരമ്പരയിലൂടെ സുപരിചിതനായിട്ടുള്ള നടനാണ് സിദ്ധാർത്ഥ പ്രഭു. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലെ മായാവതി അമ്മയുടെ പേരക്കുട്ടിയും അർജുനന്റെ മോഹനവല്ലിയുടെ മകനായ കണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് സിദ്ധാർത്ഥ് അവതരിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ പരമ്പരയിലെ പ്രധാന വേഷങ്ങളിൽ ഒന്നാണ്. ഏതാനും മലയാള സിനിമകളിലും സിദ്ധാർത്ഥ് ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്.
യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും തന്റെ യാത്രാ വിശേഷങ്ങളും മറ്റും പങ്കുവെക്കുന്ന സജീവമായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇയാള്. ഉപ്പുമുളകും എന്ന സീരിയലിൽ ഈ അടുത്താണ് അഭിനയിച്ചു തുടങ്ങിയത്. ഇയാള് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു ക്രിസ്മസ് രാത്രിയിലാണ്, സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും. ഈ ഒരു നടൻ അല്ലെങ്കിൽ മറ്റൊരാള്, ഒരുപാട് പേര് ഈ ഒരു ടൈമില് മദ്യലഹരിയിൽ തന്നെയായിരിക്കും. എന്നാലും ഇത് ഒരു സിനിമാ താരമായതുകൊണ്ടാണ് ഇത്രയും ഒരു ചർച്ചയായത്. എന്തായാലും ഇയാൾ കാണിച്ച ഈ ഒരു പ്രവൃത്തി തെറ്റ് തന്നെയാണ്. പക്ഷെ ഇയാളോട് കാണിച്ച നാട്ടുകാരുടെ പ്രവൃത്തിയാണ് അതിനേക്കാൾ മോശമായത്. കഴുത്തിലൊക്കെ തോർത്തിട്ട് മുറുക്കുക എന്ന് പറയുന്നത് തന്നെ അത് തെറ്റായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. നമ്മുടെ നാട്ടില് മദ്യം വിൽക്കുന്നത് ഗവൺമെന്റ് ആണ്, അത് നമുക്കറിയാം. ബെഫ്കോയുടെ മുന്നിൽ കിലോമീറ്ററുകളോളം വരി നിൽക്കുമ്പോഴും ആരും അവരെ തല്ലാൻ പോകാറില്ല. ക്രിസ്മസിനും ഓണത്തിനും എത്ര കോടിയുടെ മദ്യം വിറ്റു എന്ന് നമ്മൾ അഭിമാനത്തോടെ വാർത്തയും കൊടുക്കും. പക്ഷെ മദ്യം തലയ്ക്ക് പിടിച്ച ഒരാൾ റോഡിൽ വീഴുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തിനാണ് ഇത്ര വലിയ സദാചാരവാദികളാകുന്നത്. വൻകിട ഹോട്ടലുകളിൽ നിന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് ലക്ഷങ്ങൾ വിലയുള്ള കാറുകളിൽ പാഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ട്. അവരെ ആരെങ്കിലും തടഞ്ഞു നിർത്തി ഷർട്ട് കീറാറുണ്ടോ? ഇല്ല. കാരണം അവർക്ക് പണവും സ്വാധീനവും ഉണ്ട്. സിദ്ധാർത്ഥ പ്രഭു എന്ന യുവാവ് ഒരു കലാകാരനായിട്ടും അയാൾക്ക് ആൾക്കൂട്ടത്തിന്റെ ക്രൂരത ഏൽക്കേണ്ടി വന്നതും അയാൾ അവിടെ നിസ്സഹായനായത് പോയതുകൊണ്ടാണോ? അട്ടപ്പാടിയിലെ മധുവിനെ നമ്മൾ കൊന്നത് എന്തിനായിരുന്നു? ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി അന്ന് നമ്മൾ വാവിട്ട് കരഞ്ഞു. പക്ഷെ ആ സ്വഭാവം മാറിയിട്ടുണ്ടോ? ദാ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരുത്തന്റെ കഴുത്തിലെ തുണിയിട്ട് മുറുക്കുകയാണ് നാട്ടുകാർ. മർമ്മത്ത് ഒരു അടി കിട്ടിയാൽ അയാൾ അവിടെ തീരും. അപ്പോൾ അത് കൊലപാതകമായിട്ട് മാറും. ഒരു തെറ്റുകാരനെ നേരിടാൻ നിങ്ങൾ മറ്റൊരു കൊലപാതകയായിട്ട് മാറണോ? നമ്മുടെ നാട്ടിലെ പോലീസിനും കോടതിക്കും എന്ത് പ്രസക്തിയാണുള്ളത്? എല്ലാവരും നിയമം കയ്യിലെടുത്താൽ പിന്നെ ഇവിടെ കാട്ടുനീതിയാകും നടക്കുക. എന്തായാലും അയാൾ അപകടം ഉണ്ടാക്കി എന്ന് പറയുന്നത്. വണ്ടി തടയുക, ബഹളം ഉണ്ടാക്കിയെങ്കിൽ പോലീസിനെ വിളിക്കുക. ഇനി തെളിവ് വേണമെങ്കിൽ മൊബൈലിൽ തന്നെ വീഡിയോയും എടുക്കാമായിരുന്നു. ഇതല്ലാതെ അയാളെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? അയാളുടെ ഷർട്ട് കീറാനും കെട്ടിയിടാനും നിയമം ആരെയും അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവര് കുറ്റവാളികളാണ്. ഇവിടെ സിദ്ധാർത്ഥിന്റെ സഹപ്രവർത്തകനായ ജിഷിൻ പറഞ്ഞത് എന്താണ്? ജിഷിനെ പോലെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ മദ്യപിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ മൃഗത്തെ പോലെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു. എന്തായാലും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ പടർന്നതോടുകൂടി തന്നെ ഈ വിഷയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അറിയാത്ത ഒരു വശം. 2021 കേരളത്തിൽ നടക്കിയ ഒരു അപകടം നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. മുൻ മിസ് കേരള അൻസി കബീറും റണ്ണറപ്പുമായിട്ടുള്ള അഞ്ജന ഷാജനും കൊച്ചിയിലെ ഒരു വാഹന അപകടത്തിൽ മരിച്ച ആ ഒരു സംഭവം. അന്ന് ആ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് അവർ പങ്കെടുത്ത DJ പാർട്ടിയിൽ സിദ്ധാർത്ഥ പ്രഭുവും ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോനെ, ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ? 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞു 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചരക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ, എനിക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാം. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നും. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിന്റെ കുടുംബവും കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. വ്ളോഗർ ആയിട്ടുള്ള അന്ന ജോൺസൺ പങ്കുവച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ സിദ്ധാർത്ഥന് ലഭിച്ച ഒരു 2ാം ജന്മത്തെ കുറിച്ചാണ് നമുക്ക് തോന്നുക അല്ലേ? അന്ന് ആ പാർട്ടിയുടെ ദൃശ്യങ്ങളിൽ സിദ്ധാർത്ഥം ഉൾപ്പെട്ടിരുന്നു എന്നും. പക്ഷേ എന്റെ ഫോട്ടോകൾ പുറത്തുവിടരുത്, എനിക്കിനി നന്നാവണം, ഞാൻ ഇതിന്റെ പുറകെ പോകില്ല എന്ന് സിദ്ധാർത്ഥ് അന്ന് വാക്ക് നൽകിയിരുന്നു എത്രേ. ആ വാക്ക് വിശ്വസിച്ചാണ് അന്ന ജോൺസൺ പല ദൃശ്യങ്ങളും അന്ന് പുറത്തു വിടാതിരുന്നതെന്ന്. 2021 സ്വന്തം സുഹൃത്തുക്കളുടെ മരണം കൺമുന്നിൽ കണ്ടിട്ടും ആ അപകടം മദ്യപാനം മൂലമാണെന്ന് അറിഞ്ഞിട്ടും സിദ്ധാർത്ഥ് ഒന്നും പഠിച്ചിട്ടില്ല എന്നത് വലിയൊരു ദുരന്തമാണ്. ഞാൻ നന്നായിക്കോളാം എന്ന വാക്ക് കൊടുത്ത ഒരു യുവാവ് വീണ്ടും ഇതേ ലഹരിയുടെയും അപകടത്തിന്റെയും കെടിയിൽ വീഴുമ്പോൾ അത് അയാളുടെ മാത്രം പതനമല്ല, അയാളെ സ്നേഹിക്കുന്നവരുടെ കൂടി സങ്കടമാണ്. ഇവിടെ അന്ന ജോൺസൺ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട്. മദ്യപിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് യുവതലമുറയിലേക്ക് എത്തിക്കുന്ന വലിയൊരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
ആ മാഫിയയുടെ ഇരകളായിട്ട് തീരുകയാണ് സിദ്ധാർത്ഥിനെ പോലെയുള്ള ചെറുപ്പക്കാർ. ഇത് സമൂഹത്തിന് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. ഒരു അപകടത്തിൽ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെട്ടാലും ലഹരിയുടെ ലോകം നിങ്ങളെ വീണ്ടും വലിച്ചടിപ്പിക്കും. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശക്തമായിട്ടുള്ള മനസ്സും കുടുംബത്തിന്റെ പിന്തുണയും നിയമത്തിന്റെ കർശനമായിട്ടുള്ള ഇടപെടലുകളും ആവശ്യമാണ്. ഇവിടെ സിദ്ധാർത്ഥിനെ തിരുത്താൻ ഒരു അവസരം ലഭിച്ചിരുന്നു. പക്ഷെ അയാൾ അത് പാഴാക്കി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അയാളോട് തോന്നുന്ന ഒരു സഹതാപത്തിനൊപ്പം തന്നെ ഒരു വിമർശന ബുദ്ധിയും ഉണ്ടാകും. എന്തായാലും സീരിയൽ താരങ്ങൾ ഇത്തരം തുടർച്ചയായിട്ട് വിവാദങ്ങളിൽ പെടുമ്പോൾ ചാനൽ മേധാവികൾക്കും പ്രോഗ്രാമുകൾക്കും ഉണ്ടാകുന്ന തലവേദനയെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഉപ്പുമുളക് പോലുള്ള പ്രിയപ്പെട്ട പരമ്പരകളിലെ താരങ്ങൾ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ അത് പ്രേക്ഷകർക്കും വലിയ നിരാശയാണ് നൽകുന്നത്. ഒരു വശത്ത് ആൾക്കൂട്ട മർദ്ദനം തെറ്റാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ആവർത്തിച്ചുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ എങ്ങനെ തിരുത്തണം എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഒരു നടന്റെ വീഴ്ചയെ കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനഃശാസ്ത്രത്തെ കുറിച്ചുകൂടിയാണ്. സിദ്ധാർത്ഥ പ്രഭു എന്ന യുവാവ് തീർച്ചയായിട്ടും വലിയൊരു തെറ്റ് ചെയ്തു. 2021 സുഹൃത്തുക്കളുടെ മരണം കൺമുന്നിൽ കണ്ടിട്ടും മദ്യപാനം മൂലമുണ്ടായ ആ ദുരന്തത്തിൽ നിന്ന് ഒരു പാഠം പോലും ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും നിയമം അതിന്റെ എല്ലാ ഗൗരവത്തോടു കൂടി തന്നെ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിലാർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ അയാളെ തല്ലിച്ചതച്ച ആൾക്കൂട്ടത്തോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരെയാണ് ശിക്ഷിച്ചത്? ഒരു വ്യക്തിയാണോ അത് അയാളുടെ ലഹരിയാണോ? ലഹരിയുടെ അബോധാവസ്ഥയിൽ കിടന്ന ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അയാൾ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. നിയമം നടപ്പിലാക്കാൻ ഇവിടെ പോലീസും കോടതിയും ഉണ്ടെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ ഇന്ന് സിദ്ധാർത്ഥിന് നേരെ ഉയർന്ന ആ ഒരു ആൾക്കൂട്ട നീതി ഉണ്ടല്ലോ, നാളെ നമുക്കും നേരെ, അതായത് നമ്മുടെ ഓരോരുത്തർക്കും നേരെ തിരിഞ്ഞേക്കാം. എന്തായാലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല, അയാളെ വിശ്വസിച്ച ഒരു സമൂഹത്തെയും കുടുംബത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അത് തിരുത്താനുള്ള അവസരങ്ങൾ പാഴാക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നാട്ടുകാർ നിയമം കയ്യിലെടുത്തതാണോ ശരി, അതോ സിദ്ധാർത്ഥിനെ ആവർത്തിച്ചുള്ള ഈ വീഴ്ചയാണോ വലിയ തെറ്റ്? എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.